പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നാം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുക എന്ന് വെച്ചാൽ ധാരാളമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു റിട്ടേൺ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതാണ്. ക്രിസ്ത്യൻ ഫെയ്ത്തിൽ വന്നിട്ട് കുഞ്ഞെ നീ ഒരു ന്യൂ ആളാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ദർ ഈസ് നോ ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് യു ക്യാൻ മേക്ക് ഇൻ യുവർ ഫെയ്ത്ത് ദാൻ എ റെഗുലർ ഇൻടേക്ക് ഓഫ് ഗോഡ്സ് വേർഡ്. നിൻ്റെ വിശ്വാസത്തിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിനക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നീ വളരെ റെഗുലറായിട്ട് ദൈവത്തിൻ്റെ വചനം ഉള്ളിലാക്കിക്കണം. നീ അത് വായിക്കണം, മനസ്സിലാക്കണം, വളരെ എഫക്റ്റീവായിട്ട് ഓരോ ദിനവും അത് അപ്ലൈ ചെയ്യണം. ഇന്നും അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 55:11 എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നെറ്റിച്ചുളിച്ച് നിൽക്കുന്നവരെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ കാണുന്നത്, അല്ലേ? ശരിയല്ലേ? ഒരു കാര്യം ഞാൻ പറയാം. വിത്ത് വിതയ്ക്കുന്നതും കൊയ്ത്തും തമ്മിൽ ഒരു നിയമമുള്ളത് എന്നാന്ന് വെച്ചാൽ യു റീപ്പ് വാട്ട് യു സോ. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. നല്ല സീഡ്സ് നീ പ്ലാന്റ് ചെയ്യാതെ നിനക്കൊരു നല്ല കൊയ്ത്ത് കിട്ടത്തില്ല. നീ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാതെ നിനക്കൊരു റിട്ടേൺ കിട്ടത്തില്ല. നിനക്ക് ചില സംഗതികളെ പർച്ചേസ് ചെയ്തെടുക്കാതെ നിനക്ക് ആ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സും സർവീസും ലഭിക്കുകയില്ല. ഒരു ബാലൻസ്ഡ് ഡയറ്റും റെഗുലർ എക്സസൈസും ഇല്ലെങ്കിൽ ദൈവപൈതലേ, നിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് നിനക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ എക്സാമ്പിൾസ് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ നാം എപ്പോഴും റിസീവ് ചെയ്യുന്ന റിട്ടേൺ നമ്മൾ എത്ര എമൗണ്ട് അല്ലെങ്കിൽ ഏതുവിധ ക്വാളിറ്റി മുന്നമേ നാം മുടക്കി എന്നുള്ളതിന് പ്രൊപ്പോർഷനിലായിട്ടായിരിക്കും. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ഈ സെയിം ലോ ആപ്ലിക്കബിളാണ്. ദൈവവുമായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട നിറവുള്ള ഒരു ജീവിതചര്യ നമ്മളുടെ ജീവിതത്തിലില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നാം എന്ത് ചെയ്യണം? നല്ലൊരു ഹാർവെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കത്തക്കവണ്ണമുള്ള വിത്ത് നീ വിതയ്ക്കണം. എങ്കിൽ മാത്രമേ നിനക്കത് റീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയട്ടെ, സീഡ്സ് എല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ആ വിത്തുകൾക്ക് ആണ് പറയുന്നത് വചനം. ഇറ്റ്സ് കോൾഡ് ഹിസ് വേർഡ്, ദ ബൈബിൾ. അപ്പം ദൈവത്തിൻ്റെ വചനം നാം വളരെ ലോഭമായി വിതച്ചാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് വിതച്ചാൽ, ഞാൻ പറയട്ടെ, നിനക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊരു റിട്ടേൺ കിട്ടുമെന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. വചനം നാം നോക്കുമ്പോൾ ടൈംലെസ് പ്രിൻസിപ്പിൾസ് അതിനകത്ത് കിടപ്പുണ്ട്. നല്ല ക്ലിയറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് നമ്മൾക്ക് കാണാം. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പൂർത്തിയും നിവൃത്തിയും അനുഗ്രഹവും എല്ലാം നിറഞ്ഞ ഒരു ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അനേക ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ തന്നെ കാണാം. ഒരിക്കലും ഇറവലൻ്റായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കത്തില്ല, നമ്മെ പഠിപ്പിക്കത്തില്ല. എന്നാൽ കാലങ്ങൾ മാറും, സമയങ്ങൾ മാറും. പക്ഷെ ദൈവത്തിന് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന പ്ലാനിനെ മാറ്റാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പർപ്പസ് ദൈവം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും.
2 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സസ് 16 and 17 ഇങ്ങനെ പറയുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ദൈവത്തിൻ്റെ ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു എക്സ്പ്രഷന് ബൈബിളിൽ കൂടെ അവൻ നമുക്ക് തരുന്നത്. മാനവജാതിയെക്കുറിച്ച് അവന് വലിയ പദ്ധതിയുണ്ട്. ഞാൻ പറയട്ടെ, നമുക്ക് മനസ്സിലാക്കത്തക്കവണ്ണം, നമുക്ക് സ്പർശിക്കത്തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ബൈബിളിൽ കാണാം. അവൻ്റെ ആ സ്വഭാവവും അവൻ്റെ കൽപ്പനകളും ഓരോ വ്യക്തികളോടും അവരുടെ സാഹചര്യമനുസരിച്ച് അവൻ പ്രദർശിപ്പിക്കുന്ന സ്നേഹവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ബൈബിള് ദൈവവിശ്വാസീയമാണ്. ബൈബിളിൽ 66 ബുക്കുണ്ട്. അനേകം എഴുത്തുകാരാണ് അത് എഴുതിയത്. ഓരോരുത്തരും പരിശുദ്ധാത്മ പ്രേരിതരായിട്ട് ആണ് എഴുതിയിരിക്കുന്നത്. ദൈവമാണ് എഴുതിയിരിക്കുന്നത്. ഹോളി സ്പിരിറ്റിൽ കൂടിയാണ് അവൻ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ അതോറിറ്റി വെളിപ്പെടുത്തുന്ന ബുക്കാണ് ബൈബിള്. മനുഷ്യർക്ക് ദൈവം അയച്ചിരിക്കുന്ന ലെറ്റേഴ്സാണ് ബൈബിള്. എന്നിട്ട് അതിനകത്തുള്ള സകല വചനങ്ങളും ദൈവവിശ്വാസീയമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിന് നമ്മുടെ മേലുള്ള ആ അതോറിറ്റി തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തും ദൈവത്തിൽ നാം പക്വത പ്രാപിച്ചവരായി തീരേണ്ടതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്. ദൈവവചനം സീഡ്സ്, അതിനെ നാം അനുവദിച്ചാൽ, വളരാൻ അനുവദിച്ചാൽ, അത് ഏറ്റവും നല്ലതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫ്ലറിഷ് ചെയ്ത് വരും. നാം അത് വായിച്ച് അതിനെ നടണം. നാം അത് മനസ്സിലാക്കണം ആഴത്തിൽ. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പറ്റുമോ? നിങ്ങളെല്ലാവരും സമ്മതിക്കും ബൈബിളിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വായിച്ചറിയാനുള്ളതുണ്ടെന്ന്. ചിലതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകത്തു പോലും ഇല്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ബൈബിളിനെക്കുറിച്ചുള്ള ചില വസ്തുനിഷ്ഠിതമായ കാര്യം ഞാൻ പറഞ്ഞാൽ, നമ്മൾ ബൈബിൾ വായിച്ച് അതിൽ കൂടി നാവിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അനേക കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പരിജ്ഞാനപൂർത്തി പ്രാപിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെൻ്റ് ഉണ്ട്. പഴയ നിയമവും പുതിയ നിയമവും അല്ലേ? പ്രൈസ് ഗോഡ്. എല്ലാത്തിനകത്തുനിന്നും ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് ദൈവം നമുക്ക് തരും. സങ്കീർത്തനം 1:2-3 എന്താണ് പറയുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരിയത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ ഡെയിലി നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ബൈബിൾ മാറണം. അത് നാം ദിവസവും വായിക്കണം. ദൈവത്തിൻ്റെ വചനം, ആ വിത്തുകൾ വന്ന് പുഷ്പിക്കും. അപ്പോൾ നമുക്കതിൻ്റെ അനുഗ്രഹം കാണാൻ പറ്റും. അത് പിന്നെ കായ്ക്കും, ഫലപ്രാപ്തിയിലേക്ക് വരും. ഫലപ്രാപ്തിയിലെത്തി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആഴം ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊരു ലൈഫ് ലോങ് എൻഡ്യൂറായിട്ട് കാണണം വചനം വായിക്കുക എന്നുള്ളത്. ഓവർനൈറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തണമെങ്കിൽ കുറച്ച് ടൂൾസൊക്കെ അതിനു വേണ്ടി
നമ്മൾ സംഘടിപ്പിച്ച് വെക്കണം. ഒത്തിരി സ്റ്റഡി എയ്ഡ്സ് അവൈലബിൾ, നമുക്കൊന്നുകൂടെ ആഴത്തിലത് മനസ്സിലാക്കാൻ. സ്റ്റഡി ബൈബിൾസ് ഉണ്ട്, കൺകോർഡൻസ് ഉണ്ട്, ടോപ്പിക്കൽ സ്റ്റഡി ഗൈഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് അവൈലബിളാണ്. അങ്ങനെ ചെറിയ ഗ്രൂപ്പിൽ ബൈബിൾ സ്റ്റഡിയൊക്കെ പഠിക്കാൻ തക്കോണം സമയം സ്പെൻഡ് ചെയ്യാൻ തക്കോണം നമ്മൾ റെഡി ആയിരിക്കണം. ഒരു പ്ലാന് എല്ലാ കാര്യങ്ങളിലും വേണം അല്ലേ. പേഴ്സണൽ റീഡിങ് ടൈം നമ്മൾ വെക്കണം. നമ്മൾ അത്രത്തോളം സമയം ദൈവവചനത്തിൻ്റെ മുമ്പിൽ ചിലവഴിക്കുമോ അത്രത്തോളം കൂടുതൽ നമുക്ക് വചനത്തെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏത് സീസണിൽ കൂടി പോയാലും സന്തോഷത്തോടെ ജീവൻ ആവശ്യമാകുന്ന കൃപാസ്വർഗം നമുക്ക് തരും. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവശ്വാസീയമായ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ വായിച്ച് ഗ്രഹിച്ച് അനുസരിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിലെ കെടുതികളെ നീ മാറ്റുമല്ലോ കർത്താവെ. കെടുതി അനുഭവിക്കുന്ന നേർക്ക് ആശ്വാസമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.